ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഇപ്പോൾ നേരത്തെ നോർക്ക പറഞ്ഞത് 24 മലയാളികൾ മരിച്ചു, 12 പേർ ICUവിലാണ് എന്നുള്ളതാണ്. 49 പേരാണ് ആകെ മരിച്ചിട്ടുള്ളത്. അതിൽ 45 പേർ ഇന്ത്യക്കാരാണ്. 45-ലാണ് 24 മലയാളികൾ. ഇനിയും 12 പേർ ICUവിലുണ്ട്. നോക്കൂ, അപകടത്തിൽപ്പെട്ടവരിൽ തീപൊള്ളലേറ്റവരുണ്ട്, പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അവരെയാണ് ICUവിലൊക്കെ താമസിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ കുവൈറ്റിൽ തന്നെ അവരെ തുടരാൻ അനുവദിക്കുകയാണോ അതോ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, ചികിത്സ അവിടെ തന്നെ ലഭ്യമാക്കുകയാണ്. മെച്ചപ്പെട്ട ചികിത്സ തന്നെയാണ് കുവൈറ്റിൽ ലഭ്യമാകുന്നത്. അതിൽ നിലവിൽ മറ്റ് പരാതികളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ആരോഗ്യമന്ത്രി ഇന്ന് രാത്രിയോടുകൂടി കുവൈറ്റിലെത്തും. മറ്റൊരു വിവരം നൽകാനുള്ളത്, മൃതദേഹം നാളെ രാവിലെ 8:30 മണിക്ക് കൊച്ചി വിമാനത്താവളത്തിൽ 23 പേരുടെ മൃതദേഹങ്ങളുമായിട്ട് എത്തും. ലോക കേരള സഭയുടെ സമയം മാറ്റിവെച്ചിരിക്കുന്നു. രാവിലെ ആരംഭിക്കേണ്ടത് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും പുതിയ ഒരു വിവരം. ഇവിടെ ഈ ദുരന്തം യഥാർത്ഥത്തിൽ ആ സംഭവം അറിഞ്ഞ ശേഷം വളരെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലോക കേരള സഭ നടക്കുന്ന ഒരു ഘട്ടം, ഈ ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് നോർക്ക അവിടെ ഇടപെടുകയും പൊതുവിൽ മലയാളി സംഘടനകളെ ആകെ യോജിപ്പിച്ച് ആശുപത്രികളിലേക്ക്, അതിനു മുമ്പ് തന്നെ കുവൈറ്റ് ആരോഗ്യ വകുപ്പും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ഇവരെ എത്തിച്ചിരുന്നു. അപ്പോൾ മലയാളികളുടെ ഒരു കോർഡിനേഷൻ ശക്തമായിട്ടുണ്ടാക്കാൻ സംസ്ഥാന തലത്തിൽ നടത്തിയ ഇടപെടൽ ഫലം കണ്ടു. ഇത് ഒരു ദുരന്തം എന്നുള്ള നിലയിൽ നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ്. ഇപ്പോൾ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവാസി മലയാളികൾ താമസിക്കുന്നത് അപകടകരമായ സ്ഥിതിയിലല്ല. ശ്രീ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞത് അത് കറക്റ്റാണ്. അതേസമയം ഇപ്പോൾ കുവൈറ്റിലെ സംഭവം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയധികം ആളുകളെ ഒന്നിച്ച് ഒരിടത്ത് താമസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സുരക്ഷ കണക്കാക്കേണ്ടിയിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ നേരത്തെ അറിയാൻ കഴിയുമായിരിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം, ഇതെല്ലാം നോക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.